ഇന്നത്തേത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ്. കറന്റ് ഞാൻ ഇപ്പോൾ ഉള്ളത് വീട്ടിലാണ്. സംഭവം കഴിഞ്ഞ വട്ടം ഹോസ്റ്റലിലേക്ക് പോയിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. പിന്നെ ഞാൻ എപ്പോഴും വിചാരിക്കുന്നതാണ് ഒരു ഡെയിലി വ്ലോഗ് എടുക്കണം എന്നുള്ളത്. വീട്ടിലാണെങ്കിലും ഞാൻ ആകെ 2 ദിവസം ഉണ്ടാവുള്ളൂ. പിന്നെ ഹോസ്റ്റലിൽ പോകുമ്പോഴോ ട്രൈപ്പൂർ എടുക്കാനും അങ്ങനെ കുറച്ച് ഡേയ്സ് വ്ലോഗ്സ് എടുക്കാണ്ട് പോയി. അപ്പോൾ ഇപ്രാവശ്യം വീട്ടിൽ വന്നപ്പോൾ എന്തായാലും വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് നീറ്റത്. എന്നിട്ട് പിന്നെ മോർണിംഗ് ഹാബിറ്റ്സ് ഒക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ലാപ്പിൽ ഞാൻ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ ധാർമ്മൽ അല്ലെങ്കിൽ MS ആണ് കാണല്. ഈ വീഡിയോയുടെ തമ്മിൽ കണ്ടപ്പോൾ എന്തായാലും ഇക്കത് അപ്പം തന്നെ കാണണമെന്നായിരുന്നു. വ്ലോഗൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഈ ഹോസ്റ്റലിൽ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് മടി കൂടുതലാണ്. പിന്നെ അതും പോരാണ്ട് ഫോൺ എടുത്ത് ഇൻസ്റ്റഗ്രാം എടുത്തിട്ടുണ്ടെങ്കിലോ അതിൽ റീൽസും സ്ക്രോൾ ചെയ്തിരുന്ന സമയം പോണതേ അറിയില്ല. അങ്ങനെ സമയം വെറുതെ കളഞ്ഞിരിക്കുമ്പോഴാണ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് ഒരു റിലേറ്റീവിന്റെ വീട്ടിൽ പോകാനുണ്ട്. അപ്പോൾ ഇന്നോടും കൂടി ചെല്ലാൻ പറഞ്ഞു. സംഭവം വേറെ ഒന്നും കൊണ്ടല്ല, കഴിഞ്ഞ ദിവസമാണ് ഈ ഹോസ്റ്റലിൽ നിന്ന് തിരിച്ച് വന്നത്. അപ്പോൾ വരുന്ന വഴിക്ക് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കുന്നോളത്ത് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മീറ്റ് ചെയ്ത് തിരിച്ച് റിട്ടേൺ വരുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും സെയിം ബസ്സിലാണ് കയറിയത്. കാരണം ഇന്റെ അവിടേക്കും ആ ബസ് പൊതുവേ പോവലുണ്ട്. അങ്ങനെ ബസ് കയറി പൈസ കൊടുക്കുമ്പോഴാണ് ആള് പറഞ്ഞത് ഇന്റെ അവിടേക്ക് പോവില്ല എന്നുള്ളത്. പിന്നെ എന്തായാലും ബസ്സിൽ കയറിയില്ല. അപ്പൊ പിന്നെ ഓളെ വീട്ടിൽ ഇറങ്ങാന്ന് വിചാരിച്ചു. പിന്നെ ഓളെ അവിടെ നിന്ന് ആക്കി തരാന്നും പറഞ്ഞു. അങ്ങനെ ഓളെ വീട്ടിലെത്തി കുറച്ചു നേരം അവിടെ ഇരുന്നതിന് ശേഷം ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് നെഫ്യൂ ഒറ്റക്ക് വിടാൻ സമ്മതിക്കണില്ല. പിന്നെ ഓൾ ഇന്റെ അടുത്ത് വണ്ടിയുടെ ചാവി എന്നിട്ട് ഇപ്പൊ ഇക്കോന്ന് പറഞ്ഞു. കാരണം ചെക്കൻ സമ്മതിക്കണില്ല. അങ്ങനെ പിന്നെ ആ വണ്ടി ഇന്റോടെ ഉണ്ടല്ലോ, അപ്പൊ അതേറ്റ് പോകാനാണ് ഇന്റെ ഉമ്മ പറഞ്ഞത്. സോ ഗൈസ്, ഞാൻ ഇപ്പം ഇന്ന് വന്നിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ഈ ഒരു ബാഗിൻ്റെ ലിങ്ക് ചോദിച്ചു. ഈ ബാഗിൻ്റെയും പിന്നെ എൻ്റെ ഒരു മറ്റെന്താ പറയുക സ്കൂൾ ബാഗ് പോലത്തെ ഒരു ബാഗുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആൻഡ് മറ്റേ ബാഗിൻ്റെ കയ്യിലുള്ള ഹോസ്റ്റലിലാണ് ഞാൻ കൊടുന്നില്ല, പക്ഷേ ഈ ബാഗ് ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ ദിസ് ഇസ് ദ ബാഗ്. സംഭവം നൈസാണ്, സെറ്റാണ്. സോ ദിസ് ചെക്ക് ഇറ്റ് ഔട്ട്. ബൈ ഇങ്ങളുടെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ കഥ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ ഞാൻ എൻ്റെ ഉമ്മാനെ എൻ്റെ റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയി. പിന്നെ തിരിച്ചു വരുന്ന സമയത്ത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി എൻ്റെ ഉമ്മാനെ വീട്ടിലാക്കിയതിന് ശേഷം എൻ്റെ ഒരു കസിൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ കസിൻ്റെ അവിടെ പോയി. പിന്നെ ഉച്ച ടൈം ആയതുകൊണ്ട് തന്നെ ഞാൻ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഞാൻ ദിൽഷാൻ്റെ വീട്ടിലേക്ക് പോയി. സോ ഗൈസ്, ഞാൻ ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. ഞാനിപ്പോൾ ഇവിടെ മുറ്റത്ത് വെയിറ്റ് ചെയ്യാനുള്ള റീസൺ വേറെ ഒന്നുമല്ല, അവളുടെ കഥകളുണ്ട്. അപ്പോൾ ഓൻ്റെ കണ്ണ് വെട്ടിച്ചിട്ട് വേണം ഓളെ ഇനി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. അപ്പോൾ എന്തായാലും വീട്ടിൽ കയറാൻ പറ്റില്ല. ഓനെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഓളെ വിളിക്കാൻ വേണ്ടി വന്നിക്കണതാന്നുള്ളത്. അപ്പം വിടൂല, അപ്പോൾ പിന്നെ പോകാനും പറ്റൂല. സോ ഞാൻ അവിടെ പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം നമുക്ക് വേണ്ടിയിട്ട്. ഇനി എത്ര നടക്കുന്ന ഒരു ഐഡിയ ഇല്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓള് വന്ന് അധികം നേരം കളയാണ്ട് തന്നെ ഞങ്ങൾ അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ബൈ ഞങ്ങളിപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ഗുരുവായൂർക്കാണ്. ഞങ്ങളെ മെയിൻ സ്പോട്ടാണ് ഗുരുവായൂർ അല്ലെങ്കിൽ തൃശ്ശൂർ. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും ഞങ്ങൾ സ്ഥിരം പോവുക. മാറ്റി പിടിക്കണം എന്ന് കുറേ പറയും, പക്ഷെ ഇതുവരെ മാറ്റി പിടിക്കാൻ പറ്റിയിട്ടില്ല. എനിവേ ഗുരുവായൂർ പോകണക്കാട്ടി മുന്നേ ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് ഫസ്റ്റ് പോയത്. ബിക്കോസ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ട് ഒന്ന് ടച്ചപ്പ് ചെയ്തിട്ട് പോകണമെന്നുണ്ടായിരുന്നു എനിക്ക്. ഞാൻ കുറേ ആയിട്ട് വിചാരിക്കണതാണ് ആ ഗിവ് അവേയുടെ വീഡിയോ ഒന്ന് എടുക്കണം എന്നുള്ളത്. ഞാൻ ഇന്നാണ് ഷൂട്ട് ചെയ്തത്. ബൈ ഈ വീഡിയോ പോസ്റ്റിനായിട്ട് മുന്നേ തന്നെ ഗിവ് അവേയുടെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഗുരുവായൂർ എത്തി. സംഭവം ഞങ്ങൾ കുറേ വട്ടം ഗുരുവായൂർ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിലും എനിക്ക് ഈ സ്ഥലം കറക്റ്റായിട്ട് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. അതായത് മമ്മിയൂർ വരെ ഓക്കെ, പക്ഷെ അത് കഴിഞ്ഞിട്ട് എങ്ങോട്ടേക്കുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് എൻ്റെ മനസ്സിൽ. എന്തായാലും റെഡിയാക്കി എടുക്കണം. ബൈ ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടു കൂടി ഞങ്ങൾ ഫൈനലി സൈൻലബാനിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ഇപ്രാവശ്യം ഗുരുവായൂർ വരാനുള്ള കാരണം ഗുരുവായൂർ സൈൻലബാൻ വന്നിട്ടുണ്ടല്ലോ, അപ്പൊ അതെന്തായാലും ട്രൈ ചെയ്യണമല്ലോ. ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഇറങ്ങിയതും. അങ്ങനെ അവിടെ എത്തി ഞങ്ങൾ സലൻകാട്ടിയല്ലേ, അതിന്റെ ഒരു ന്യൂട്രല പിസ്റ്റാഷ്യോ ഫ്ലേവർ ആണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഞങ്ങൾ പാർസലായിട്ടാണ് വാങ്ങിയത്. ഇവിടെ പോയിട്ട് കഴിക്കാനല്ല, എവിടെയെങ്കിലും വൈബുള്ള സ്ഥലത്ത് പോയി കഴിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു ലൊക്കാലിറ്റിയിൽ എനിക്ക് ആകെ ചാവക്കാട് ബീച്ചും 4 മണിക്കാറ്റാണ് പൊതുവെ അറിയണ സ്ഥലം. ഞങ്ങൾ ചാവക്കാട് ബീച്ചിലേക്ക് പോകാന്നുള്ള പ്ലാൻ ആക്കി. അങ്ങനെ ഞങ്ങൾ പോയി അവിടെ എത്തി. അവിടെയാണെങ്കിലോ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ കുറെ മാറ്റങ്ങളൊക്കെ വന്ന പോലെ. എന്റെ ഒരു ഓർമ്മയിൽ ഞാൻ കഴിഞ്ഞ കൊല്ലം ജാനുവരിയിലാണ് ഇങ്ങോട്ട് ലാസ്റ്റ് വന്നിട്ടുള്ളത്. ഒരു കൊല്ലത്തിന് ശേഷം ഈ ജാനുവരിയിലാണ് വീണ്ടും എത്തിയത്. അതുകൊണ്ടാണ് തോന്നുന്നു ഭയങ്കര ചേഞ്ച്. എനിവേ ഞങ്ങളൊരു നല്ല ഇരിക്കാനുള്ള സ്പോട്ട് തപ്പിയിട്ടാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നടക്കല് മാത്രമേ നടക്കണുള്ളൂ. കഴിക്കാനുള്ള സ്പോട്ടൊക്കെ ഫുള്ളാണ്, കാരണം നല്ല തിരക്കാണ്. അപ്പൊ ഞങ്ങൾ എന്തായാലും കുഴപ്പമില്ല, നിന്നിട്ട് തന്നെ കഴിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ സൈൻലബാനൊക്കെ കഴിച്ച് ബീച്ച് വ്യൂ ഒക്കെ നിന്ന് കാണുക. അങ്ങനെ ബീച്ച് വ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബീച്ച് സൈഡിൽ പോയിട്ട് ഇരുന്ന് അവിടെ ഇങ്ങനെ ഇരുന്ന് ഓരോ കഥകളൊക്കെ പറഞ്ഞ് സൈൻലബാനൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കാൻ ഒരു പ്രത്യേക രസമാണ്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു 1.5 മണിക്കൂർ കഥ പറഞ്ഞിരുന്നുണ്ടാവും. എന്നിട്ട് ഒരു 6 മണി 6:30 ആകുമ്പോഴാണ് തിരിച്ചു പോകണം. ബൈ അപ്പോഴേക്കും എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബാക്കി ഒരു ക്ലിപ്സ് എടുക്കാൻ പറ്റിയില്ല.
ഞാനൊരു 7:45 തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തി കുറച്ചു നേരം റീൽസൊക്കെ സ്ക്രോൾ ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ അതേ ജേർണൽ ചെയ്യാൻ പോവാണ്. ഹോസ്റ്റലിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ജേർണൽ ചെയ്യാനുള്ള എല്ലാ ഐറ്റംസ് ആയിട്ടാണ് പോകുക. പക്ഷേ ജേർണലിങ് മാത്രം നടക്കൂല. ഇനിയും എനിക്ക് ജേർണൽ ചെയ്യാൻ ടൈം കിട്ടതേ വീട്ടിൽ വന്നാലാണ്. അങ്ങനെ ജേർണൽ ചെയ്യാൻ മുന്നേ ഞാൻ എൻ്റെ യൂട്യൂബിൽ ഒരു സോങ് പ്ലേ ചെയ്യുന്നുണ്ട്. ഇതാണ് ഞാൻ കറന്റ് യൂസ് ചെയ്യുന്ന 2 ജേർണൽസ്. ഒരെണ്ണം സാധാ ജേർണലിങ്ങും രണ്ടാമത്തേത് ഞാനൊരു മെമ്മറി ബുക്ക് ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോൾ ജേർണൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ മെമ്മറി ബുക്കിലാണ്. സംഭവം ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള പ്രിന്റും കാര്യങ്ങളും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ഇതുവരെ ചെയ്യാൻ ടൈം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്നാണ് ഞാൻ ഇത് ചെയ്ത് തുടങ്ങാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫോട്ടോ പ്രിന്റ്സും A4 പ്രിന്റ്സും സ്റ്റിക്കേഴ്സും എല്ലാം സെറ്റാക്കി വെക്കുകയാണ്. പിന്നെ അതിന്റെ കൂടെ കുറച്ച് ഹൈലൈറ്റേഴ്സും സ്കെച്ചസും. ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ January 1st, 2nd, 3rd ഒക്കെ ഫുള്ള് ഞാൻ പുറത്തായിരുന്നു. അതായത് ഞാൻ January 1st വയനാട് പോയിട്ടുണ്ടായിരുന്നു, 2nd ഞാൻ മിനിയൂട്ടിയിലും, 3rd ഞാൻ കോഴിക്കോടും ഫ്രണ്ട്സിനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പേഴ്സണലി തീരെ പ്രതീക്ഷിച്ചിട്ടില്ല എനിക്കിങ്ങനെ പോകാൻ പറ്റും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ January 1st, 2nd, 3rd ഞാൻ ഒരിക്കലും മറക്കൂല. അപ്പോൾ ആ 3 days പുറത്തു പോയതാണ് ഞാനിപ്പോൾ ഫോട്ടോ പ്രിന്റ് എടുത്തിട്ടുള്ളത്. സംഭവം ഞാനിപ്പോൾ എടുത്തിട്ടുള്ള പ്രിന്റ് തീരെ ക്ലാരിറ്റി ഇല്ല. സംഭവം പ്രിന്റ് എടുക്കാൻ പോയ ടൈമിൽ കുഴപ്പമില്ലാത്ത ക്ലാരിറ്റി ഉണ്ടാവുന്ന പ്രതീക്ഷിച്ചെങ്കിലും തീരെ ഉണ്ടായിരുന്നില്ല. ഇത് മാറ്റി തരാൻ പറയാനും പറ്റൂലല്ലോ. അപ്പോൾ ഞാൻ കിട്ടിയതേറ്റ് പോകുന്നത് പിന്നെ മാറ്റാനൊന്നും നിന്നില്ല. എൻ്റെ ഒരു സമാധാനം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 ഫോട്ടോസാണ്. ഞാനിത് ഈ ജേർണലിലെ ഫ്രണ്ടിൽ വെക്കാൻ വേണ്ടി ഫോട്ടോ പ്രിന്റ് എടുക്കാൻ പോയ ടൈമിൽ സ്പേസ് ലെഫ്റ്റ് ആവുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ 2 ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭാഗ്യത്തിന് ആ 2 ഫോട്ടോയെങ്കിലും ക്ലിയർ ആയിട്ട് കിട്ടി. ഫോട്ടോസിന്റെ ബോർഡേഴ്സ് ഒക്കെ കട്ട് ചെയ്ത് ക്ലിയർ ആക്കിയപ്പോൾ ഇതായിരുന്നു അവസ്ഥ. പക്ഷെ അത് കുറച്ച് നമ്മൾ തന്നെ ക്ലീൻ ആക്കി എടുക്കണം. ഫസ്റ്റ് ജേർണലിങ് എന്നിട്ട് പിന്നെ ക്ലീനിങ്. കുറേ ഫോട്ടോസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ വിചാരിച്ച് ഫസ്റ്റ് വയനാട് പോയി ജേർണലിങ് ചെയ്യാം. കാരണം സംഭവം ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ വിചാരിച്ച് ഇതൊക്കെ വേഗം തീർന്നു. പക്ഷേ ഫോട്ടോസ് ഒക്കെ കട്ട് ചെയ്ത് ഫസ്റ്റ് ടു ലാസ്റ്റ് ഫോട്ടോസ് അറേഞ്ച് ഒക്കെ ചെയ്ത് വെച്ച് പിന്നെ ജേർണലിങ് എങ്ങനെ ചെയ്യാന്നുള്ള കൺഫ്യൂഷൻ ഒക്കെ ആകുമ്പോഴത്തേനും കുറേ ടൈം പോകും. അതുകൊണ്ട് ഫസ്റ്റ് പോയ ജേർണലിങ് സെറ്റ് ആക്കി ടൈം ഉണ്ടെങ്കിൽ ബാക്കിയുള്ളതിലേക്ക് കിടക്കാം. ഞാനിതേ ജേർണലിങ്ങിന്റെ മിക്ക ഐറ്റംസും ടേബിളിൽ പരത്തിട്ടിട്ടുണ്ട്. വലിയ കാര്യത്തിന് ട്രാൻസിഷൻ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചതാണ്, അത് പാളിപ്പോയി. എനിവേ ടേബിൾ ആകെ മൊത്തം മെസ്സായിരുന്നല്ലോ, അതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ജേർണലിങ്ങിന് വേണ്ട സ്റ്റിക്കേഴ്സും ബുക്കും അങ്ങനെ എല്ലാതും ഞാൻ അറേഞ്ച് ചെയ്തിട്ട് ഓരോ സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറേ നേരമായില്ലേ ഈ ജേർണലിങ് ചെയ്യാൻ പോവാന്ന് പറയുന്നത്. നേരം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ജേർണലിങ്ങിന്റെ പ്രിപ്പറേഷൻസ് ആയിരുന്നു. പിന്നെ ഇപ്പോഴാണ് ജേർണലിങ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. ഫസ്റ്റ് നമ്മൾ ഫ്രണ്ട് പേജ് സെറ്റ് ആക്കാൻ പോവാണ്. ആൻഡ് ഫസ്റ്റ് തന്നെ അത് പൊട്ടിപ്പോയി. കാരണം ഞാൻ എഴുതിയത് എനിക്ക് തീരെ ഇഷ്ടമായില്ല. പക്ഷെ എന്താണെന്നറിയില്ല, ഞാൻ ഈ വീഡിയോക്ക് ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഈ വീഡിയോ കാണുമ്പോൾ പിന്നെ രസമുണ്ട് തോന്നുന്നു. ഓരോ നേരത്തും ഓരോ തോന്നല, അതൊരു പ്രശ്നമാണ്. എനിവേ ആ ഒരു തോന്നല് കാരണം ഞാൻ 2 പേജ് കീറി കളഞ്ഞു. ഈ 3ാമത്തെ പേജ് ഞാൻ കീറി കളയേണ്ടതായിരുന്നു, പക്ഷെ ഞാൻ കീറി കളഞ്ഞില്ല. അതിന് പകരം ഞാൻ വേറൊരു ഐഡിയ ചെയ്താണ് ഇത്. അതായത് ഞാൻ വേറൊരു പേപ്പറിൽ മെമ്മറി ജേർണലിൽ എഴുതി, പിന്നെ ഞാൻ അതൊരു മേഘത്തിന്റെ ഉള്ളിലാക്കി. അപ്പോൾ ഒരു രസമൊക്കെ തോന്നി, പക്ഷെ കാണാൻ കൊള്ളാന്നുണ്ടെങ്കിലും ഇത് കറക്റ്റ് കട്ട് ചെയ്തെടുക്കണം. അതായിരുന്നു ശരിക്കും ടാസ്ക്. പക്ഷെ ഞാനത് കുഴപ്പമില്ലാണ്ട് സെറ്റാക്കി. എന്തൊക്കെ കഷ്ടപ്പെട്ട് ചെയ്തെന്ന് പറഞ്ഞാലും ഇത് ലാസ്റ്റ് കൊണ്ടുപോയി കൊളാക്കും. അതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രശ്നവും ഒരു ഉപദ്രവവും ഇല്ലാത്ത ആ ഒരു മേഘത്തിന് ഞാൻ അങ്ങോട്ട് പച്ച കളർ അടിച്ച് കൊളാക്കി. എനിക്കാണെങ്കിൽ വീണ്ടും ഈ പേജ് കയറി കളയാൻ തോന്നുന്നു. പക്ഷെ ഞാനത് ചെയ്തില്ല, എനിക്ക് ഇനിയും ജേർണൽ ചെയ്യാൻ കിടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എങ്ങനെയൊക്കെയോ ഇന്റെ രീതിക്ക് ഫ്രണ്ട് പേജ് ഒന്നും അങ്ങോട്ട് സെറ്റാക്കി എടുത്ത് പറഞ്ഞാൽ എനിക്ക് ഫ്രണ്ട് പേജ് ഇഷ്ടമായിട്ടില്ല. പക്ഷെ ഞാൻ കഷ്ടപ്പെട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൽ എനിക്ക് ആകെ ഇഷ്ടപ്പെട്ടത് ഞാൻ ആ മെമ്മറി ജേർണലിൽ നിന്ന് എഴുതിയതും പിന്നെ അതിന്റെ താഴെ ഞാൻ എഴുതിയതും ആ ബട്ടർഫ്ലൈന്റെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുള്ള രീതിയൊക്കെയാണ്. ഇങ്ങനെ ഫ്രണ്ട് പേജ് സെറ്റാക്കി കഴിഞ്ഞ് ഇനി നമുക്ക് ഫോട്ടോസ് ഒക്കെ സ്റ്റിക്ക് ചെയ്യാം. എൻ്റെ ഒരു അറിവിൽ ഞാനിത് January 1 മുതലുള്ള മെമ്മറീസ് എഴുതാന്നുള്ള രീതിക്കാണ് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഞാൻ January എന്നൊക്കെ എഴുതി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ December 31 ഞാൻ വയനാട്ടിലേക്ക് പോയത് എന്നുള്ളത്. അപ്പം മുതലുള്ള ഫോട്ടോസ് ആണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പൊ ഞാൻ January 1 കവർ ചെയ്തിട്ട് ഫസ്റ്റ് മുതലുള്ള ഫോട്ടോസ് ആഡ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് ഓരോ ഫോട്ടോസ് കാണുമ്പോൾ എനിക്ക് എന്താണ് എഴുതാൻ തോന്നുന്നത് അതങ്ങനെ എഴുതുക. ഇനി കുറച്ച് കഴിയുമ്പോൾ എനിക്ക് തോന്നി ഈ ട്രിപ്പ് എങ്ങനെ ഉണ്ടായി എന്നുള്ളൊരു കഥ എഴുതാൻ വേണ്ടിയിട്ട്. അതായത് ഞാൻ എങ്ങനെ ഈ ട്രിപ്പിൽ എത്തി എന്നുള്ളത്. നമുക്ക് പ്രതീക്ഷിക്കാതെ നടന്ന പലതും ഭയങ്കര സ്പെഷ്യൽ ആവുമല്ലോ, അതുപോലെ ഇതും എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. അപ്പൊ എനിക്കത് എന്തായാലും എഴുതണം എന്നുള്ളതുകൊണ്ട് ഞാനത് ഫുള്ളായിട്ട് എഴുതി. അങ്ങനെ ആ പേജ് കംപ്ലീറ്റ് ആക്കി. എന്നിട്ട് പിന്നെ നെക്സ്റ്റ് പേജിൽ ഗോകാർട്ടിന്റെ ഇമേജ് ആഡ് ചെയ്ത് അതിന്റെ ഒരു ഫേവറേറ്റ് സ്പെഷ്യൽ ഫോട്ടോ ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചൊക്കെ എഴുതി ആ മൊമെന്റ് പറ്റിയിട്ട്. പിന്നെ എഴുതിയത് ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്ത് പിന്നെ എന്തൊക്കെ ഞാൻ നല്ലപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഞാൻ കൊളാക്കുന്നു പറഞ്ഞല്ലോ, അതാണ് ഞാൻ ഇപ്പൊ ചെയ്തത്. അതായത് ഞാൻ ആ പച്ചയായിട്ട് വരച്ചത്. പക്ഷെ വലിയ സീനൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ പിന്നെ ഞാൻ ജേർണൽ ചെയ്യണ സമയത്ത് വീഡിയോ ഓണാന്ന് വിചാരിച്ചു, പക്ഷെ വീഡിയോ ഓഫ് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. പക്ഷെ ഞാൻ പിന്നെ വീണ്ടും ഓണാക്കാൻ നിന്നില്ല. ടൈം കൊണ്ട് ഞാൻ ബാക്കി കുറച്ച് ഫോട്ടോസും ആഡ് ചെയ്ത് ഫൈനലി ഇതുവരെ ജേർണൽ ചെയ്തിട്ട് പിന്നെ ഞാൻ നിർത്തി. പിന്നെ
പിന്നെ ഞാനന്ന് നല്ല ലേറ്റ് ആയിട്ടാണ് ഡിന്നർ കഴിച്ചത്. ടേബിൾ ഫുൾ ഒരു മെസ്സ് ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ബെഡിലേക്ക് മാറ്റി. അന്ന് രാത്രി ചോറുണ്ടായിരുന്നില്ല, അപ്പൊ ഞങ്ങൾ പൊറോട്ട ഓർഡർ ചെയ്തു. അങ്ങനെ അതേ പൊറോട്ടയും എഗ് കറി ആയിരുന്നു അന്നത്തെ ഡിന്നർ. പിന്നെ അതേ കുഡോസ് ഫൈൻസിന്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കണത്. ഇവരെ വീഡിയോസ് ഭയങ്കര കോമഡിയാണ്, നല്ല രസമായിരുന്നു കാണാൻ. അങ്ങനെ എന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയി കിടന്ന് ഉറങ്ങി. അപ്പൊ ഇതായിരുന്നു എൻ്റെ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.